ഒരു സ്ത്രീ അയച്ചൊരു ചോദ്യം ഇതാണ്. ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളൊരു കുടുംബമാണ് എൻ്റെത്. ഉമ്മയും ഒക്കെ ഉണ്ട്, ഫാമിലിയാണ്. എല്ലാ നിലക്കും ഭർത്താവ് സംരക്ഷിക്കുന്നുണ്ട്. അവർ സന്തോഷവതിയാണ്, ഒരു പരാതിയില്ല. പക്ഷേ ഞാനിപ്പോൾ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, അവിടേക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല. അപ്പോൾ അവരുടെ കാരണം പറയുന്നതാണ്, ഭർത്താവിൻ്റെ ഉമ്മ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചു മതി എന്ന് പറയുകയും എന്നിട്ട് ഞങ്ങൾ പോയാൽ കാണാതെ അവിടെയുള്ളതെല്ലാം എടുത്തു കഴിക്കും, ഒരു കള്ളനെ പോലെ എന്നൊക്കെയാണ്. ഉമ്മയുടെ ഒരു സ്വഭാവ പ്രശ്നമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇല്ലാത്തപ്പോൾ കുട്ടികളെപ്പോലെ കട്ടു തിന്നുന്ന, റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാക്കുന്നു, വല്ലാത്ത മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്നു. എന്താണ് പരിഹാരം എന്നാണ് ചോദ്യം. പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ ഭർത്താവാണ്. കാരണം നമ്മളിപ്പോൾ വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാൽ അവിടെ അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ പീസ് റേഡിയോയിലേക്ക് അത് എഴുതാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മുടെ ലൈവ് കൗൺസിലിലേക്ക് അത് എഴുതാൻ കാരണം, അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആരെല്ലാം നമ്മളിലേക്ക് പ്രശ്നങ്ങൾ എഴുതി അയക്കുന്നില്ലയോ അവരുടെ എല്ലാം പരിഹാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിഹരിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവർ സഹിച്ച് ജീവിക്കുന്നു, പരിഹരിക്കാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിക്കുന്നു മാത്രം. അപ്പോൾ ഇവിടെ എന്തിട്ട് ഭർത്താവിന് വളരെ വലിയ ഒരു റോളുണ്ട്. കാരണം ഈ ഭർത്താവിൻ്റെ അനുമതിയോട് കൂടെ മാത്രമേ ഇവർക്ക് ഈ ഉമ്മയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മയല്ലേ. എന്ത് സമീപനങ്ങൾ സ്വീകരിക്കുമ്പോഴും അത് ഇവരുടെ ബന്ധത്തെയും വൈവാഹിക ജീവിതത്തെയും ബാധിക്കാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം, ഭർത്താവുമായി ഇരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, വിശാലമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തണം. ഇവിടെ നമ്മൾ കാണുന്നത് ഇവരുടെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ടാന്ന് പറയാം, പിന്നെ കാണാതെ കഴിക്കുക, അതേപോലെ തന്നെ ഈ ഒളിഞ്ഞു നോക്കുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു അപൂർവമായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഭർത്താവിന് ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ അതിനെ പരിഹരിക്കാമെന്ന് എന്ത് ചെയ്യണം, ആലോചിക്കണം. പല വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഈ ഭർത്താവിൻ്റെ ഉമ്മമാരുടെ സ്വഭാവ തകരാറുകളെ ഒരു മരുമകൾ പരിഹരിക്കുക എന്നുള്ളത് അത്ര പ്രയാസമാണ്. നമ്മുടെ മാതാപിതാക്കളിൽ തന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റുക? അതിനേക്കാളും കുറച്ച് അകലമല്ലേ പൊതുവെ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അത് പരിഹരിക്കാൻ എന്ത് ചെയ്യില്ല, പല സന്ദർഭത്തിലും ഇവരെ കൊണ്ട് കഴിയില്ല. അപ്പോൾ കഴിയുന്നത് നമ്മുടെ സഹോദരിമാരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത്തരം തകരാറുകൾ ഉള്ളവർക്ക് ആ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർക്ക് ഇങ്ങനെ ഈ ചില സ്വഭാവ പെരുമാറ്റ തകരാറുകളുണ്ട്, അതങ്ങനെ ഒരു വഴിക്ക് നടക്കും, ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക എന്നതേ പറ്റുള്ളൂ. മറ്റേ നമ്മളിപ്പോൾ അത് പരിഹരിക്കാനൊക്കെ നടന്നാൽ അതെന്ത് ചെയ്യും, വലിയ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് എത്തും. പിന്നെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഉമ്മനെ പറ്റി അദ്ദേഹത്തിന് അറിയാലോ, അതനുസരിച്ചുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തരാനും, അതല്ലെങ്കിൽ അദ്ദേഹത്തെ കൂട്ടി പരിഹരിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് ചെന്ന് പരിഹാരം തേടാനും ശ്രമിക്കണം എന്നാണ് നിർദ്ദേശിക്കാറ്.